ശബരിമല മണ്ഡല മകരവിളക്ക് സീസണിൽ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കാൻ നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ശുചിമുറികളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്ന നിർദ്ദേശമുണ്ട്. 53 ലക്ഷം ഭക്തർ വരുന്നിടത്ത് 1000 ശുചിമുറികൾ കൊണ്ട് എന്ത് കാര്യം എന്ന് കോടതി ചോദിച്ചു. നിലവിലെ സൗകര്യമനുസരിച്ച് വെർച്വൽ ക്യൂ എണ്ണം കുറയ്ക്കേണ്ടി വരുമെന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, ഈ മണ്ഡല മകരവിളക്ക് സീസൺ എത്തുകയാണ്. അപ്പോൾ ഭക്തർക്ക് വേണ്ട സൗകര്യം ഉറപ്പാക്കാൻ വേണ്ടിയാണല്ലോ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളായി കോടതി പറയുന്നത്? ശബരിമല സീസണുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഇന്ന് ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ വന്നത്. ആ ഘട്ടത്തിലാണ് ദേവസ്വം ബെഞ്ച് അവിടുത്തെ സ്ഥിതിഗതികൾ പരിശോധിച്ചത്. അതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റായി ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാണിച്ചത് ശുചിമുറികൾ വർദ്ധിപ്പിക്കണമെന്ന കാര്യമാണ്. കാരണം 53 ലക്ഷത്തോളം ആളുകളാണ് ഓരോ തവണയും ഈ ശബരിമല സീസണിൽ സന്നിധാനത്തേക്ക് എത്തുന്നത്. പക്ഷേ നിലവിലവിടെ 1044ഓളം വരുന്ന ശുചിമുറികൾ മാത്രമാണുള്ളത്. ഇത്രയധികം ആളുകൾ വരുന്ന ഘട്ടത്തിൽ 1000 ശുചിമുറികൾ കൊണ്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നു. പ്രതിദിനം 1 ലക്ഷത്തിലധികം ഭക്തർ എത്തുന്നുണ്ട്. അതുകൊണ്ട് ശുചിമുറികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ഈ സീസണിൽ പോസിബിൾ ആകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ അടുത്ത തവണയെങ്കിലും അത്തരത്തിലുള്ള ശക്തമായ അത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കണം. ശുചിമുറികളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തണമെന്നാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം വെർച്വൽ ക്യൂ വഴി 70,000 പേരാണ് ഒരു ദിവസം ബുക്ക് ചെയ്ത് എത്തുന്നത്. ആ ഘട്ടത്തിൽ അവർക്ക് അടിസ്ഥാന സൗകര്യം ഇല്ല എങ്കിൽ ആ നമ്പറിൽ എണ്ണം കുറയ്ക്കേണ്ടി വരും എന്നൊരു സൂചന കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ ഉത്തരവ് ഹൈക്കോടതി പുറത്തിറക്കും. അതിലായിരിക്കും എന്തെല്ലാം കൂടുതൽ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് അറിയുക. അടുത്ത ദിവസങ്ങളിൽ തന്നെ ശബരിമല സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളുള്ളത്. ഏറെ ശ്രദ്ധേയമാണ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.